ഹലോ ഗായ്സ്, രാവിലെ നീച്ചപ്പോൾ തന്നെ എന്താണെന്നറിയില്ല ഒരു മോഹം ഒരു തൈ നട്ടാലോ ഒന്ന്. ഇത് ജൂൺ 5 പരിസ്ഥിതി ദിനമൊക്കെ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരെ ടൗണിൽ പോയി ഒരു നല്ലൊരു തൈ തന്നെ മേടിച്ചു വന്നു. അപ്പോൾ അതിനുള്ള കുഴിയാട്ടോ അത് അവിടെ കുഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ ആ തൈൻ്റെ കവറാണ് ഞാൻ അപ്പോൾ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ മെല്ലതാ രണ്ട് സൈഡും കീറി കൊടുത്തിട്ട് മെല്ലെ ഞാൻ അതിൻ്റെ വേരൊന്നും പൊട്ടാണ്ട് കവർ അഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ അഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ആ തേങ്ങ മെല്ലെ എടുക്കുന്നുണ്ട് കേട്ടോ. മേടിക്കുമ്പോൾ തന്നെ അവിടുത്തെ ആ ചേച്ചി പറഞ്ഞത് നല്ല തണലുള്ള സ്ഥലത്ത് വയ്ക്കാനാണ്, ഡയറക്റ്റ് വെയിൽ തട്ടണ സ്ഥലത്ത് വയ്ക്കാണ്ട് നല്ല തണലുള്ള സ്ഥലത്ത് വയ്ക്കാനാട്ടോ പറഞ്ഞത്. ഞാൻ ഏത് തെയ്യാണ് മേടിച്ചെന്നല്ലേ, ഞാനൊരു റംബൂട്ടാൻ്റെ തെയ്യാട്ടോ മേടിച്ചത്. അപ്പോൾ അത് വെക്കാനായിട്ട് ഞാനൊരു ഏകദേശം ഒരു 30 സെൻറ്റിമീറ്റർ ആഴത്തിലൊരു കുഴി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല തെയ്യാട്ടോ, നല്ല ബഡ് ചെയ്ത് ഒരു 5 വർഷമൊക്കെ കഴിഞ്ഞാൽ കായ്ക്കുന്നതാണ് അവർ പറഞ്ഞത്. നല്ലൊരു ബഡ് ചെയ്ത തെയ്യ് ഒരു ഏകദേശം ഒരു 350 രൂപ കേട്ടോ. 350 രൂപ വെറുതെ കയ്യിൽ നിന്ന് പോയപ്പോൾ, വെറുതെ അല്ല 5 വർഷത്തിനുള്ളിൽ കായ്ച്ച നല്ലത്. അപ്പോൾ 350 രൂപ പോയി, എന്നാലും കുഴപ്പമില്ല, നല്ല കായ് കിട്ടുമല്ലോ. അപ്പോൾ അതിന് 4 പുറം ചാരിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അച്ഛൻ പുറത്തൊരു അടുപ്പുണ്ടാക്കി തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലാണ് ഞങ്ങൾ ഈ വെള്ളം ചൂടാക്കുകയും ചോറ് വയ്ക്കാറൊക്കെ. അപ്പോൾ അടുപ്പിൽ നിന്ന് ഞങ്ങൾ ചാരം എടുക്കുന്നുണ്ട്. ചാരം ഇനി ഇതാ നല്ല ചാരം എടുക്കുന്നുണ്ട് കേട്ടോ, 4 പുറം ഇട്ട് കൊടുക്കാൻ. അപ്പോൾ അടുപ്പ് ഞങ്ങൾ പുറത്ത് സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ മഴവെള്ളം തട്ടുമല്ലോ, അപ്പോൾ മഴവെള്ളം ഒന്നും വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഷീറ്റ് കൊണ്ട് മറിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഞാൻ നല്ലപോലെ ചാരം എടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഈ ചാരം കുഴിയിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ചെടിയുടെ 4 പുറം ഇട്ട് കൊടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇതാ ചെടിയുടെ 4 പുറം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ റംബൂട്ടാൻ്റെ തൈ ഞാൻ ഈ പാലക്കാട് എവിടെയും കണ്ടിട്ടില്ല കേട്ടോ കായ്ച്ചതായിട്ട്. ഞാൻ കോട്ടയ്ക്കിലെ TTC പഠിക്കുന്ന സമയത്ത് അവിടെ കുറേ വീട്ടിൽ ഞാൻ ഈ റംബൂട്ടാൻ്റെ തൈ കായ്ച്ച് നിൽക്കണം കണ്ടിട്ടുണ്ട്. കുറേ മോഷ്ടിച്ച് കട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഏതായാലും എല്ലാം നമ്മൾ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. അപ്പോൾ എന്തായാലും നല്ലൊരു തെയ്യാണ്, നമുക്ക് നോക്കാം, കായ്ക്കൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് ചെടി വെച്ചിട്ട് വലിയ പരിചയമൊന്നുമില്ല. ഞാൻ എന്തെങ്കിലും എക്സ്ട്രാ ഞാൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് കമൻറ്റിലൂടെ അഭിപ്രായം അറിയിക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ വളപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാൻ വിചാരിച്ചാണ്, പക്ഷെ കയ്യിലില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കാത്തത്. അപ്പോൾ എന്തായാലും 4 പുറം ഞാൻ എന്തായാലും മണ്ണ് നല്ല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കിളച്ചപ്പോൾ കിട്ടിയ മണ്ണ് തന്നെ ഞാൻ ആ കുഴിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലപോലെ മണ്ണിട്ട് കൊടുക്കണ്ടേ. അപ്പോൾ എന്തായാലും കുഴി നന്നായിട്ട് ഞാൻ മൂടിയിട്ടുണ്ട്. ഇനി മഴക്കാലമല്ലേ, അപ്പം മണ്ണൊക്കെ നല്ല നനഞ്ഞിരിക്കണം മണ്ണാണ്. അപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ നന്നായി വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ ബക്കറ്റിൽ വെള്ളമൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിച്ചു കൊടുക്കണം. അതോടുകൂടെ എൻ്റെ ഈ തൈ നടൽ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളെ സപ്പോർട്ട് എനിക്ക് നല്ലപോലെ വേണം കേട്ടോ. അപ്പോഴാണ് എനിക്ക് ഇതേപോലെ കൂടുതൽ ചെടി നടാനുള്ള ഒരു ഉന്മേഷം വരുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് വേണം. നിങ്ങളെ ഈ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന വേണം കേട്ടോ. നിങ്ങൾ എല്ലാവരും ഒപ്പുണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ട് വളരാൻ സാധിക്കുള്ളൂ. അപ്പോൾ എൻ്റെ ഈ കൊച്ചു തോട്ടത്തിൽ വേറെ ഉണ്ട് കേട്ടോ ചെടികളൊക്കെ. അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ വേറെ കാണിച്ചു തരാം. എന്തായാലും ഞാൻ ഈ ചെടിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ കമൻറ്റിലൂടെ അത് അഭിപ്രായം അറിയിക്കേണ്ടതാണ്. അപ്പോൾ എന്തായാലും ഒരു നല്ല ദിനമായ ഒരു ചെടി വെച്ചതിലൂടെ തന്നെ ഞാൻ തുടങ്ങിയിരിക്കുകയാണ്. ആ പ്ലാസ്റ്റിക് ഒക്കെ ഞാൻ അതേപോലെ ഡിസ്പോസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു, ബൈ.